ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ടാബ്ലറ്റ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയലുവൻസിനെ കുറിച്ചായിരുന്നു. ഇന്ന് റിമൈനിങ് എക്സിപ്പിയൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഡിസിൻറ്റഗ്രൻസിനെ കുറിച്ചാണ്. ഡിസിൻറ്റഗ്രൻസ് ആർ യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ദ ബ്രേക്കപ്പ് ഓഫ് ടാബ്ലറ്റ് ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ. ടാബ്ലറ്റ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ GIT എത്തി ഗ്യാസ്ട്രിക് ഫ്ലൂയിഡുമായി ചേർന്ന് അതിന്റെ ബ്രേക്കപ്പ് ഈസി ആയി നടക്കുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിനോട് കൂടെ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഡിസിൻറ്റഗ്രൻസ് എന്താ ചെയ്യുന്നത്? ടാബ്ലറ്റ്സിന്റെ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടാബ്ലറ്റ്സ് വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആയി അതിനകത്തുനിന്ന് ഡ്രഗ് റിലീസ് ചെയ്യുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡിസിൻറ്റഗ്രൻസ് ആഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സബ്സ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ഡിസിൻറ്റഗ്രൻസ് എന്ന് പറയുന്നത്. ടാബ്ലറ്റ്സിന്റെ ബ്രേക്കപ്പ് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിനോട് കൂടെ ആഡ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസ് ആണ് ഡിസിൻറ്റഗ്രന്റ് എന്നറിയപ്പെടുന്നത്. സ്റ്റാർച്ച്, ക്ലേ, സെലുലോസ്, ആൾജിൻ, ഗം മുതലായവ ഡിസിൻറ്റഗ്രന്റിന്റെ എക്സാമ്പിൾസ് ആണ്. ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഡിസിൻറ്റഗ്രന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാർച്ച്, ക്ലേ, സെലുലോസ്, ആൾജിൻ, ഗം മുതലായവ. രണ്ട് സ്റ്റേജിലായിട്ടാണ് ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡിസിൻറ്റഗ്രൻസ് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഗ്രാനുൾസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിനോട് കൂടെ ഡിസിൻറ്റഗ്രന്റ് മിക്സ് ചെയ്യുന്നു. എന്നിട്ടാണ് ഗ്രാനുലേറ്റിംഗ് ഫ്ലൂയിഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഗ്രാനുൾസ് പ്രിപ്പയർ ചെയ്യുക. അതൊരു വെറ്റ് മാസ് ആക്കി മാറ്റി പിന്നെ അത് യൂസ് ചെയ്തിട്ടാണ് ഗ്രാനുൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഗ്രാനുൾസ് ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഡിസിൻറ്റഗ്രൻസ് ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗ്രാനുൾസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് ടാബ്ലറ്റ് ആക്കി മാറ്റുന്നതിന് മുന്നോടിയായിട്ട് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ് ആഡ് ചെയ്യുന്നു. ഗ്രാനുൾസ് കോമ്പാക്ട് ചെയ്തിട്ടാണ് കംപ്രസ് ചെയ്തിട്ടാണ് ടാബ്ലറ്റ്സ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജില് ഡ്യൂറിങ് കോമ്പാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിൻറ്റഗ്രൻസ് ആഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഗ്രാനുലാർ ആൻഡ് ഇൻട്രാ ഗ്രാനുലാർ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ് ഉണ്ട്. ഇതിനകത്ത് എക്സ്ട്രാ ഗ്രാനുലാർ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ് ആണ് ക്വിക്ക് ആയിട്ട് ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസിന് കുറച്ച് എക്സാമ്പിൾസ് കാണാം. അത് ഏത് കോൺസെൻട്രേഷനിലാണ് യൂസ് ചെയ്യുന്നതെന്നും. സ്റ്റാർച്ച് USP 5 to 20% ആണ് കോൺസെൻട്രേഷൻ. സ്റ്റാർച്ച് 1500 5 to 15%. Avicel 10 to 20%. Explotab 2 to 8%. Prospovidone 0.5 to 5%. അപ്പോ കുറച്ച് ഡിസിൻറ്റഗ്രൻസിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി നമ്മൾ നോക്കുന്നത് സൂപ്പർ ഡിസിൻറ്റഗ്രൻസിനെ കുറിച്ചാണ്. സൂപ്പർ ഡിസിൻറ്റഗ്രൻസ് എന്ന് പറയുമ്പോൾ ഡിസിൻറ്റഗ്രൻസിന്റെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രൂപമാണ് സൂപ്പർ ഡിസിൻറ്റഗ്രൻസ് എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസിൻറ്റഗ്രേറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യുന്നു. വളരെ ലോ കോൺസെൻട്രേഷനിൽ തന്നെ സൂപ്പർ ഡിസിൻറ്റഗ്രൻസ് എഫക്റ്റീവ് ആണ്. ഡിസിൻറ്റഗ്രേറ്റിംഗ് എഫിഷ്യൻസി വളരെ കൂടുതലാണ്. നോർമൽ ഡിസിൻറ്റഗ്രൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർ ഡിസിൻറ്റഗ്രൻസിന് ഡിസിൻറ്റഗ്രേറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇൻട്രാ ഗ്രാനുലർലി ആണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി ഈ സൂപ്പർ ഡിസിൻറ്റഗ്രന്റിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഡിസിൻറ്റഗ്രൻസിന് ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ മോയ്സ്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ കൂടെ നമുക്ക് സൂപ്പർ ഡിസിൻറ്റഗ്രൻസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഡ്രോബാക്ക്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സൂപ്പർ ഡിസിൻറ്റഗ്രൻസിന്റെ എക്സാമ്പിൾസും അതിന്റെ പ്രൊപ്രൈറ്ററി നെയിംസും കാണാം. ഈ 3 കോളങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സൂപ്പർ ഡിസിൻറ്റഗ്രൻസിന്റെ പ്രൊപ്രൈറ്ററി നെയിംസ് ആണ്. ക്രോസ് കാർമെലോസ്, ക്രോസ് പോവിഡോൺ, സോഡിയം സ്റ്റാർച്ച് ഗ്ലൈക്കൊലേറ്റ് മുതലായവയൊക്കെയാണ് സൂപ്പർ ഡിസിൻറ്റഗ്രൻസിന് എക്സാമ്പിൾസ്. ഈ കോളത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത് അവയുടെ ക്രോസ് കാർമെലോസിന്റെ പ്രൊപ്രൈറ്ററി നെയിം ആണ് പ്രിമെലോസ് എന്ന് പറയുന്നത്, സൊലൂടാബ് എന്ന് പറയുന്നത്. ക്രോസ് പോവിഡോണിന്റെ പ്രൊപ്രൈറ്ററി നെയിം ആണ് കൊളിഡോൺ, പോളിപ്ലാസ്ഡോൺ മുതലായവ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈൻഡേഴ്സിനെ കുറിച്ചാണ്. ബൈൻഡേഴ്സ് ഓർ അഡസീവ്സിനെ കുറിച്ചാണ്. Binders or adhesives are the substances that promote cohesiveness. Cohesiveness promote ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ബൈൻഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ടാബ്ലറ്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസും ഡിസിൻറ്റഗ്രൻസും കൂടെ എടുക്കുന്നു. അത് രണ്ടും പ്രോപ്പറായി മിക്സ് ചെയ്യുന്നു, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ അതിനകത്തോട്ടേക്ക് ഗ്രാനുലേറ്റിംഗ് ഫ്ലൂയിഡ് ആഡ് ചെയ്യുന്നത്. ഈ ഗ്രാനുലേറ്റിംഗ് ഫ്ലൂയിഡിനെയാണ് ബൈൻഡർ സൊല്യൂഷൻ എന്ന് പറയുന്നത്.
അപ്പം ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നു, ഡിസിൻറ്റഗ്രൻസ് അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുന്നു, അത് പ്രോപ്പർ ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. ആ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പൗഡർ മിക്സിലോട്ട് ബൈൻഡർ സൊല്യൂഷൻ ആഡ് ചെയ്ത് അതൊരു വെറ്റ് മാസ് ആക്കി കൺവേർട്ട് ചെയ്ത് ആ വെറ്റ് മാസ് യൂസ് ചെയ്തിട്ടാണ് ഗ്രാനുൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ സൊല്യൂഷനെയാണ് ബൈൻഡർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൊഹസീവ് മാസ് ഓഫ് പൗഡർ അല്ലെ, നമ്മുടെ പൗഡറിനെ നമ്മളൊരു കൊഹസീവ് മാസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ആ കൊഹസീവ് മാസ് യൂസ് ചെയ്തിട്ടാണ് ഗ്രാനുൾസ് പ്രിപ്പയർ ചെയ്തത്. സോ ആ ഒരു പർപ്പസിന് വേണ്ടി ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ബൈൻഡേഴ്സ് എന്ന് പറയുന്നത്. അത് ഡ്രൈ ഫോമിലും സൊല്യൂഷൻ ഫോമിലും അവൈലബിൾ ആണ്. അത് ഞാൻ തൊട്ടടുത്ത സ്ലൈഡിൽ പറയാം. അപ്പൊ പൗഡർ മാസിനെ ഗ്രാനൂൾസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുന്ന അഡസീവ് നേച്ചറിലുള്ള സൊല്യൂഷനെയാണ് ബൈൻഡർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പൗഡർ മാസിനെ ഗ്രാനുൾസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഏജൻസിനെയാണ് ബൈൻഡേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡസീവ്സ് എന്ന് പറയുന്നത്. ഈ പൗഡർ ഗ്രാനുൾസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് ഗ്രാനുലേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഈ ബൈൻഡർ പൊതുവെ യൂസ് ചെയ്യുന്നത് ആ പൗഡർ മാസിനെ കൂടുതൽ കംപ്രസിബിൾ ആക്കി മാറ്റി ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള, ബ്രേക്കേജ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസും ഡിസിൻറ്റഗ്രന്റും കൂടെ പ്രോപ്പറായി ബ്ലെൻഡ് ചെയ്ത് എന്നിട്ട് അത് ഗ്രാനുൾസ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ആ കൺവേർട്ട് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുന്ന ഗ്രാനുലേറ്റിംഗ് ഫ്ലൂയിഡ്, അത് തന്നെയാണ് ഈ ബൈൻഡർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബൈൻഡേഴ്സ് പൊതുവെ യൂസ് ചെയ്യുന്നത് നമ്മുടെ പൗഡർ മാസിനെ കംപ്രസ് ചെയ്ത് ടാബ്ലറ്റ്സ് ആക്കി മാറ്റുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ പൗഡർ മാസ് കംപ്രസ് ചെയ്ത് അത് ഉപയോഗിച്ച് ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് ബ്രേക്കേജ് റെസിസ്റ്റന്റ് ആയിരിക്കും. അത് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്നൊന്നും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഇല്ല. ഇനി നമുക്ക് അഡസീവ് മെറ്റീരിയൽസിനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അക്കേഷ്യ, ജെലാറ്റിൻ, ലിക്വിഡ് ഗ്ലൂക്കോസ്, സൂക്രോസ് സിറപ്പ്, സ്റ്റാർച്ച് പേസ്റ്റ് മുതലായവയാണ് അഡസീവ് മെറ്റീരിയൽസിനുള്ള എക്സാമ്പിൾസ്. ഇവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ ബൈൻഡറിനും ഡ്രൈ ബൈൻഡറിനുള്ള എക്സാമ്പിൾസ് കാണാം. സൊല്യൂഷൻ ബൈൻഡറിനുള്ള എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, സൂക്രോസ്, ജെലാറ്റിൻ, അക്കേഷ്യ, ട്രഗാഗാന്ത് മുതലായവ. ഡ്രൈ ബൈൻഡറിന് എക്സാമ്പിൾ ആണ് സെല്ലുലോസ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഈഥൈൽ സെല്ലുലോസ്. കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു അഡസീവ് ഏജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോളൈസ്ഡ് സ്റ്റാർച്ച് 10% ആണ് പൊതുവെ ഇപ്പോ ഇൻഡസ്ട്രിയിലെല്ലാം അഡസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബൈൻഡേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഷുഗർ ബേസ്ഡ് ബൈൻഡേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് സൂക്രോസ്, ലിക്വിഡ് ഗ്ലൂക്കോസ് മുതലായവ. നാച്ചുറൽ ബൈൻഡേഴ്സ് ആണ് അക്കേഷ്യ, ട്രഗാഗാന്ത്, ജെലാറ്റിൻ, സ്റ്റാർച്ച് പേസ്റ്റ്, പ്രീ ജെലാറ്റിനൈസ് സ്റ്റാർച്ച്, ആൽജിനിക് ആസിഡ്, സെലുലോസ് മുതലായവ. സിന്തറ്റിക് പോളിമർ, സിന്തറ്റിക് ബൈൻഡേഴ്സിന് എക്സാമ്പിൾസ് ആണ് മീഥൈൽ സെലുലോസ്, ഈഥൈൽ സെലുലോസ്, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെലുലോസ്, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ സെലുലോസ്, സോഡിയം കാർബോക്സി മീഥൈൽ സെലുലോസ്, പോളിവിനൈൽ പൈറോലിഡോൺ, പോളി എഥിലീൻ ഗ്ലൈക്കോൾ, പോളിവിനൈൽ ആൽക്കഹോൾ മുതലായവ. ഇതൊക്കെയാണ് ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനായി യൂസ് ചെയ്യുന്ന ബൈൻഡേഴ്സ്. ഇനി നമുക്ക് കോമൺലി യൂസ്ഡ് ബൈൻഡേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഏത് സ്പെസിഫൈഡ് കോൺസെൻട്രേഷനിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കാണാം. സ്റ്റാർച്ച് പേസ്റ്റ് എന്ന് പറയുമ്പോൾ 5 to 25% വെയിറ്റ് പെർ വെയിറ്റ് കോൺസെൻട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർച്ച് പേസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് സ്റ്റാർച്ചസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഫ്രഷ്ലി പ്രിപ്പയർഡ് സ്റ്റാർച്ച് പേസ്റ്റ് ആണ് ബൈൻഡർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. പ്രീ ജെലാറ്റിനൈസ്ഡ് സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കംപ്രഷൻ വഴിയാണ് ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 5 to 10% വെയിറ്റ് പെർ വെയിറ്റ് പ്രീ ജെലാറ്റിനൈസ്ഡ് സ്റ്റാർച്ച് ആണ് എടുക്കാറുള്ളത്. ഇനി വെറ്റ് ഗ്രാനുലേഷൻ ആണെന്നുണ്ടെങ്കിൽ 5 to 75% വെയിറ്റ് പെർ വെയിറ്റ് കോൺസെൻട്രേഷൻ ആണ് യൂസ് ചെയ്യുക. പ്രീ ജെലാറ്റിനൈസ്ഡ് സ്റ്റാർച്ചിനകത്ത് 5% ഫ്രീ അമൈലോസും 15% ഫ്രീ അമൈലോപെക്റ്റിനും 80% അൺമോഡിഫൈഡ് സ്റ്റാർച്ചും ആണ് ഉള്ളത്. ഈ പ്രീ ജെലാറ്റിനൈസ്ഡ് സ്റ്റാർച്ചിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ മെയ്സ്, പൊട്ടാറ്റോ, റൈസ് സ്റ്റാർച്ച് മുതലായവയാണ്. ഇതൊരു മൾട്ടി ഫങ്ഷണൽ ആയിട്ടുള്ള എക്സിപ്പിയന്റ് ആണ്. ടാബ്ലറ്റ് ബൈൻഡർ ആയിട്ടും ഡൈലുവന്റ് ആയിട്ടും ഡിസിൻറ്റഗ്രന്റ് ആയിട്ടും ഫ്ലോ എയ്ഡ് ആയിട്ടും ഒക്കെ പ്രീ ജെലാറ്റിനൈസ്ഡ് സ്റ്റാർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ് 2 to 5% വെയിറ്റ് പെർ വെയിറ്റ് കോൺസെൻട്രേഷനിലാണ് യൂസ് ചെയ്യുന്നത്. വെറ്റ് ഗ്രാനുലേഷനിലും ഡ്രൈ ഗ്രാനുലേഷനിലും ബൈൻഡർ ആയിട്ട് ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ് യൂസ് ചെയ്യാറുണ്ട്.
പോളിവിനാൽ പൈറോലിഡോൺ എന്ന് പറയുമ്പോൾ 0.5 to 5% വെയിറ്റ് പെർ വെയിറ്റ് കോൺസെൻട്രേഷനിലാണ് യൂസ് ചെയ്യുന്നത്. പോളിവിനാൽ പൈറോലിഡോൺ വാട്ടറിലും ആൽക്കഹോളിലും സോല്യൂബിൾ ആണ്. വെറ്റ് ഗ്രാനുലേഷനിൽ ബൈൻഡർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ച്യൂവബിൾ ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും പോളിവിനാൽ പൈറോലിഡോൺ ആണ് ബൈൻഡർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ 6000 10 to 15% വെയിറ്റ് പെർ വെയിറ്റ് കോൺസെൻട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു മെൽറ്റബിൾ ബൈൻഡറിന് എക്സാമ്പിൾ ആണ്. പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ 6000 എന്ന് പറയുന്നത് ഒരു മെൽറ്റബിൾ ബൈൻഡർ ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ബൈൻഡറിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് കണ്ടു, ഏത് കോൺസെൻട്രേഷനിലാണ് ഈ ബൈൻഡർ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നതെന്ന് കണ്ടു, അതിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ നോക്കി. ലൂബ്രിക്കന്റ്, ആന്റി അഡ്ഹറൻസ്, ഗ്ലൈഡൻസ് മുതലായവ ടാബ്ലറ്റ്സിന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് ആഡ് ചെയ്യുന്ന മറ്റ് എക്സിപ്പിയൻസ് ആണ്. ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുന്നത് ഫ്രിക്ഷൻ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ടാബ്ലറ്റിന്റെ വാളും ഡൈക്യാവിറ്റിയുടെ വാളും തമ്മിലുള്ള അതിനിടയിലുള്ള ഫ്രിക്ഷൻ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലൂബ്രിക്കന്റ് ആഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ടാബ്ലറ്റ്സ് ഇജക്ട് ചെയ്യുന്ന സമയത്ത് ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്തു, കംപ്രഷൻ ഒക്കെ കഴിഞ്ഞു, ഇനി ടാബ്ലറ്റ്സ് ഇജക്ഷന്റെ സമയത്ത് ടാബ്ലറ്റ്സ് ഇജക്ട് ചെയ്യുമ്പോൾ അവിടെ ഫ്രിക്ഷൻ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ ടാബ്ലറ്റ്സിന്റെ സൈഡൊക്കെ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ടാബ്ലറ്റ്സിന്റെ വാളും ഡൈക്യാവിറ്റിയുടെ വാളും തമ്മിലുള്ള ആ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ലൂബ്രിക്കൻ എന്ന് പറയുന്നത്. ഈ ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡൈക്യാവിറ്റിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ടാബ്ലറ്റ്സ് ഇജക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആ ടാബ്ലറ്റ് ഇജക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലൂബ്രിക്കന്റിന്റെ ഫംഗ്ഷൻ. ഫ്ലോ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാനുൾസിന്റെ ഫ്ലോ പ്രോപ്പർട്ടിയും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ലൂബ്രിക്കന്റിന് എക്സാമ്പിൾ ആണ് ടാൽക്ക്, മെഗ്നീഷ്യം സ്റ്റിയറേറ്റ്, കാൽസ്യം സ്റ്റിയറേറ്റ് മുതലായവ. ആന്റി അഡ്ഹറൻസ് എന്ന് പറയുമ്പോൾ പഞ്ചസിലും ഡൈവാളിലും ഒക്കെ ഈ ടാബ്ലറ്റ്സ് സ്റ്റിക്ക് ചെയ്യാനുള്ള സാധ്യത അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആന്റി അഡ്ഹറൻസ് സബ്സ്റ്റൻസ് ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആന്റി അഡ്ഹറൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്? ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്ത് ഈ ടാബ്ലറ്റ്സ് ഇജക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഈ ഡൈ ക്യാവിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസിന്റെ മേലെ ഒന്നും സ്റ്റിക്ക് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ആന്റി അഡ്ഹറൻസ് എന്ന് പറയുന്നത്. ആന്റി അഡ്ഹറൻസിന്റെ എക്സാമ്പിൾസ് ആണ് ടാൽക്ക്, മെഗ്നീഷ്യം സ്റ്റിയറേറ്റ്, കോൺ സ്റ്റാർച്ച്, സോഡിയം ലോറൈൽ സൾഫേറ്റ് മുതലായവ. ടാൽക്ക് 1 to 5%, മെഗ്നീഷ്യം സ്റ്റിയറേറ്റ് ലെസ് ദാൻ 1%, കോൺ സ്റ്റാർച്ച് 3 to 10%, സോഡിയം ലോറൈൽ സൾഫേറ്റ് ലെസ് ദാൻ 1%. ഈ കോൺസെൻട്രേഷനിലൊക്കെയാണ് ആന്റി അഡ്ഹറൻസ് ടാബ്ലറ്റ്സിനകത്ത് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗ്ലൈഡന്റിനെ കുറിച്ചാണ്. ഗ്ലൈഡൻ എന്ന് പറയുമ്പോൾ ഫ്ലോ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി പൗഡർ മിക്സ്ചറിൽ ആഡ് ചെയ്യുന്നു. ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിനോട് കൂടെ ആഡ് ചെയ്യുന്ന മറ്റൊരു എക്സിപ്പിയന്റ് ആണ് ഗ്ലൈഡന്റ് എന്ന് പറയുന്നത്. ഗ്ലൈഡന്റ് പൊതുവെ ആഡ് ചെയ്യുന്നത് ഗ്രാനുൾസിന്റെ ഫ്ലോ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഗ്രാനുൾസിന്റെ സർഫസിലുള്ള ഇറഗുലാരിറ്റീസ് ഒക്കെ ഇല്ലാതാക്കുകയും ആ ഗ്രാനുൾസിനെ കൂടുതൽ റൗണ്ട് സ്ട്രക്ചറിലാക്കി മാറ്റുകയും ഇന്റർപെർട്ടിക്കുലേറ്റ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുകയും ഒക്കെയാണ് നമ്മുടെ ഗ്ലൈഡന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൊളോയിഡൽ സിലിക്ക ഒരു മോയ്സ്ചർ സ്കാവെഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഗ്ലൈഡന്റിന്റെ എക്സാമ്പിൾ ആണ് കൊളോയിഡൽ സിലിക്ക എന്ന് പറയുന്നത്. അത് മോയ്സ്ചർ സ്കാവെഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഗ്രാനുൾസിന് ഒരു ഡ്രയർ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഗ്ലൈഡൻസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഗ്ലൈഡൻസ് ഗ്രാനുൾസിന്റെ ഫ്ലോ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഗ്ലൈഡൻസ് കംപ്രഷന് മുന്നോടിയായിട്ട് ഡ്രൈ സ്റ്റേറ്റിലാണ് പൊതുവെ ആഡ് ചെയ്യാറുള്ളത്. കൊളോയിഡൽ സിലിക്കോൺ ഡയോക്സൈഡ് അതിന്റെ പ്രൊപ്രൈറ്ററി നെയിം ആണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. അത് 0.25 to 3% കോൺസെൻട്രേഷനിലാണ് യൂസ് ചെയ്യുന്നത്. ടാൽക്ക് 5%, കോൺ സ്റ്റാർച്ച് 5 to 10%, മെഗ്നീഷ്യം സിലിക്കേറ്റ് 0.5 to 2%, മെഗ്നീഷ്യം കാർബണേറ്റ് 1 to 3%. ഈ കോൺസെൻട്രേഷനിലൊക്കെയാണ് ഗ്ലൈഡൻസ് യൂസ് ചെയ്യാറുള്ളത്. ഗ്ലൈഡൻസ് നമ്മൾ ടാബ്ലറ്റ്സിനകത്ത് ആഡ് ചെയ്യുന്നത് ഗ്രാനുൾസിന്റെ ഫ്ലോ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഇൻസോല്യൂബിൾ ലൂബ്രിക്കൻസിനെ കുറച്ച് എക്സാമ്പിൾസ് കാണാം. ലൂബ്രിക്കൻ എന്ന് പറഞ്ഞാൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡൈ വാളും ടാബ്ലറ്റിന്റെ വാളും തമ്മിലുള്ള അതിനിടയിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുന്നത്. ഇൻസോല്യൂബിൾ ലൂബ്രിക്കൻസിന് എക്സാമ്പിൾ ആണ് സ്റ്റിയറേറ്റ്, മെഗ്നീഷ്യം സ്റ്റിയറേറ്റ്, കാൽസ്യം സ്റ്റിയറേറ്റ്, സോഡിയം സ്റ്റിയറേറ്റ് മുതലായവ. 0.25 to 1% കോൺസെൻട്രേഷൻ ആണ് സ്റ്റിയറേറ്റ് അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നത്. ടാബ്ലറ്റ്സിന്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യുക, ഡിസിന്റഗ്രേഷൻ പ്രൊലോങ് ചെയ്യുക,
ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടൊക്കെയാണ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നത്. വൈഡ്ലി യൂസ്ഡ് ലൂബ്രിക്കന്റ് ആണ് സ്റ്റിയറേറ്റ് എന്ന് പറയുന്നത്. ടാൽക്ക് 1 to 2% കോൺസെൻട്രേഷനിലാണ് യൂസ് ചെയ്യുന്നത്. ടാൽക്ക് എന്ന് പറയുമ്പോൾ ഇൻസോല്യൂബിൾ ആണ്, പക്ഷെ ഹൈഡ്രോഫോബിക് അല്ല. മോഡറേറ്റ്ലി എഫക്റ്റീവ് ആണ് ടാൽക്ക്. ലിക്വിഡ് പാരഫിൻ അപ് ടു 5% യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിയറേറ്റിനേക്കാൾ ഇൻഫീരിയർ ക്വാളിറ്റി ഉള്ളതാണ് ലിക്വിഡ് പാരഫിൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇൻസോല്യൂബിൾ ലൂബ്രിക്കൻസിന് എക്സാമ്പിൾസ് ആയിരുന്നു. ഇനി നമുക്ക് സോല്യൂബിൾ ലൂബ്രിക്കൻസ് നോക്കാം. വാട്ടർ സോല്യൂബിൾ ലൂബ്രിക്കൻസിന് എക്സാമ്പിൾസ് ആണ് ബോറിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, സോഡിയം ഒലിയേറ്റ്, സോഡിയം അസറ്റേറ്റ്, സോഡിയം ലോറൈൽ സൾഫേറ്റ്, മെഗ്നീഷ്യം ലോറൈൽ സൾഫേറ്റ് മുതലായവ. അതിന്റെ കോൺസെൻട്രേഷനും ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബോറിക് ആസിഡ് 1% വെയിറ്റ് പെർ വെയിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോഡിയം ബെൻസോയേറ്റ് ആണെങ്കിൽ 5% വെയിറ്റ് പെർ വെയിറ്റ് ആണ് ടാബ്ലറ്റ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആന്റി അഡ്ഹറൻസിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആന്റി അഡ്ഹറൻസിന് എക്സാമ്പിൾസ് ആണ് ടാൽക്ക്, കോൺസ്റ്റാർച്ച്, കൊളോയിഡൽ സിലിക്ക, ല്യൂസിൻ, സോഡിയം ലോറൈൽ സൾഫേറ്റ്, സ്റ്റിയറേറ്റ് മുതലായവ. ടാൽക്ക് 1 to 5% വെയിറ്റ് പെർ വെയിറ്റ് കോൺസെൻട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു ലൂബ്രിക്കന്റ് ആണ്, മാത്രമല്ല അതൊരു ആന്റി അഡ്ഹറൻ കൂടെയാണ്. എക്സലന്റ് ആന്റി അഡ്ഹറൻ പ്രോപ്പർട്ടീസ് നമ്മുടെ ടാൽക്കിനുണ്ട്. കോൺസ്റ്റാർച്ച് 3 to 10% വെയിറ്റ് പെർ വെയിറ്റ് കോൺസെൻട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ലൂബ്രിക്കന്റ് ആണ്, എക്സലന്റ് ആന്റി അഡ്ഹറൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. കൊളോയിഡൽ സിലിക്ക എന്ന് പറയുമ്പോൾ 0.1 to 0.5% കോൺസെൻട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കൊളോയിഡൽ സിലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ആന്റി അഡ്ഹറന്റ് അല്ല. സ്മോൾ സർഫസ് ഏരിയ ആണ് കൊളോയിഡൽ സിലിക്കോണിനുള്ളത്. അതാണ് അതിനൊരു കാരണമായിട്ട് പറയുന്നത്. ല്യൂസിൻ എന്ന് പറയുമ്പോൾ 3 to 10% കോൺസെൻട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു വാട്ടർ സോല്യൂബിൾ ലൂബ്രിക്കന്റ് ആണ്, എക്സലന്റ് ആന്റി അഡ്ഹറൻ പ്രോപ്പർട്ടി ഉണ്ട്. സോഡിയം ലോറൽ സൾഫേറ്റ്, സ്റ്റിയറേറ്റ് മുതലായവ ലെസ് ദാൻ 1% വെയിറ്റ് പെർ വെയിറ്റ് കോൺസെൻട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആന്റി അഡ്ഹറന്റ് ആണ്, വാട്ടർ സോല്യൂബിൾ ലൂബ്രിക്കൻസ് ആണ്. സോഡിയം ലോറൽ സൾഫേറ്റും സ്റ്റിയറേറ്റും അതേ ആന്റി അഡ്ഹറൻസിന് എക്സാമ്പിൾസ് ആണ്, വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ആന്റി അഡ്ഹറൻസ് ആണ്. നമ്മൾ ഇനി നോക്കുന്നത് ഫ്ലേവേഴ്സിനെ കുറിച്ചാണ്. വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് പൊതുവെ ടാബ്ലറ്റ്സിന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് യൂസ് ചെയ്യാറില്ല. അത് ചിലപ്പോൾ ടാബ്ലറ്റ്സിന്റെ സ്റ്റെബിലിറ്റിനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് വാട്ടർ സോല്യൂബിൾ ഫ്ലേവേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ആ ഒരു കാരണം കൊണ്ടാണ് അതിന്റെ യൂസ് ലിമിറ്റഡ് ആയിട്ടുള്ളത്. ഫ്ലേവറിംഗ് ഏജൻസ് പൊതുവെ നമ്മുടെ ടാബ്ലറ്റ് ഗ്രാനുലേഷന്റെ സമയത്ത് ഈ ടാബ്ലറ്റ് ഗ്രാനുൾസിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ഒന്നും എഫക്ട് ചെയ്യാറില്ല. ഫ്ലേവേഴ്സ് നമ്മൾ പൊതുവെ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലേവറിംഗ് ഏജന്റ് ഏതെങ്കിലും ഒരു വോളട്ടൈൽ ഓർഗാനിക് സോൾവെന്റിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം അത് ഈ ഗ്രാനുൾസിന്റെ മേലെ സ്പ്രേ ചെയ്യാണ് ചെയ്യാറുള്ളത്. ലൂബ്രിക്കൻസിനോട് കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടും നമ്മൾ ഫ്ലേവേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഫ്ലേവേഴ്സിന്റെ കോൺസെൻട്രേഷൻ വളരെ ലിമിറ്റഡ് ആണ്. 0.5% കോൺസെൻട്രേഷൻ മാത്രമേ ഫ്ലേവേഴ്സ് ഉപയോഗിക്കുന്നുള്ളൂ. എക്സസ് ക്വാണ്ടിറ്റി ഫ്ലേവർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രാനുൾസിന്റെ ഫ്ലോ പ്രോപ്പർട്ടീനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലിമിറ്റഡ് കോൺസെൻട്രേഷനിൽ മാത്രം ഫ്ലേവറിംഗ് ഏജൻസ് യൂസ് ചെയ്യുന്നത്. റാസ്ബെറി, പൈനാപ്പിൾ, പെപ്പർമിന്റ്, ബ്ലാക്ക് കറന്റ്, ഓറഞ്ച്, മാംഗോ, സ്ട്രോബെറി മുതലായവ ഫ്ലേവേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലേവേഴ്സ് കാണാം. ബിറ്റർ നേച്ചറിലുള്ള ഫ്ലേവർ ആണ് മിന്റ്, ചെറി, അനീസ്. സാൾട്ടി ഫ്ലേവർ ആണ് പീച്ച്, ആപ്രിക്കോട്ട്, ലിക്യുറൈസ്. സോർ ഫ്ലേവർ ഉള്ളതാണ് റാസ്ബെറി, ലിക്യുറൈസ് മുതലായവ. എക്സസീവ്ലി സ്വീറ്റ് ഫ്ലേവർ ആണ് വാനില. ഇനി നമ്മൾ നോക്കുന്നത് സ്വീറ്റ്നേഴ്സിനെ കുറിച്ചാണ്. സ്വീറ്റ്നേഴ്സ് എന്ന് പറയുമ്പോൾ ച്യൂവബിൾ ടാബ്ലറ്റ്സിലാണ് സ്വീറ്റ്നേഴ്സ് പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. മാനിറ്റോൾ, സക്കാരിൻ, സൈക്ലമേറ്റ്, ആസ്പാർട്ടം മുതലായവയൊക്കെ സ്വീറ്റ്നേഴ്സിന് എക്സാമ്പിൾസ് ആണ്. മാനിറ്റോൾ എന്ന് പറയുമ്പോൾ സൂക്രോസിനേക്കാൾ 72 ടൈംസ് സ്വീറ്റർ ആണ്. സക്കാരിൻ എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ്. അത് സൂക്രോസിനേക്കാൾ 500 ടൈംസ് സ്വീറ്റർ ആണ്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാർസിനോജനിക് ആണ്. അതാണ് അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കാർസിനോജനിക് പ്രോപ്പർട്ടി സൈക്ലമേറ്റിനുണ്ട്. ഷുഗറിനേക്കാൾ 70 ടൈംസ് സ്വീറ്റർ ആണ് സൈക്ലമേറ്റ് എന്ന് പറയുന്നത്. ബൾക്ക് സ്വീറ്റ്നേഴ്സിന് എക്സാമ്പിൾ ആണ് ഡെക്സ്ട്രോസ്, കംപ്രസിബിൾ ഷുഗർ, ഗ്ലിസറിൻ, സോർബിറ്റോൾ, സൈലറ്റോൾ, ലിക്വിഡ് ഗ്ലൂക്കോസ് മുതലായവ. ഇന്ത്യൻ സ്വീറ്റ്നേഴ്സിന് എക്സാമ്പിൾ ആണ് സക്കാരിൻ, സോഡിയം സൈക്ലമേറ്റ്, ആസ്പാർട്ടം മുതലായവ. ആസ്പാർട്ടം, നിയോട്ടം എന്നൊക്കെ പറയുന്നത് നോൺ കാർസിനോജനിക് ആണ്. അതിന് ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ ആണുള്ളത്. ഷുഗറിനേക്കാൾ 200 ടൈംസ് സ്വീറ്റർ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വീറ്റ്നേഴ്സ് കാണാം. നാച്ചുറൽ സ്വീറ്റ്നേഴ്സിന് എക്സാമ്പിൾ ആണ് മാനിറ്റോൾ, ലാക്ടോസ്, സൂക്രോസ്, ഡെക്സ്ട്രോസ് മുതലായവ. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിന് എക്സാമ്പിൾ ആണ് സക്കാരിൻ, സൈക്ലമേറ്റ്,
അസ്പാർട്ടം മുതലായവ. സൈക്ലമേറ്റ് കാർസിനോജനിക് ആണ്, അതുപോലെ സക്കാരിൻ കാർസിനോജനിക് ആണ്, ആസ്പാർട്ടം ആണ് നോൺ കാർസിനോജനിക് ആയിട്ടുള്ളത്. ഇനി ഇവിടെ സ്വീറ്റ്നേഴ്സിന്റെ ഓർഡർ നിങ്ങൾക്ക് കാണാം, സൂക്രോസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സൂക്രോസിനേക്കാൾ 16 ടൈംസ് സ്വീറ്റർ ആണ് ലാക്ടോസ്, 74 ടൈംസ് സ്വീറ്റർ ആണ് ഡെക്സ്ട്രോസ്, 173 ടൈംസ് സ്വീറ്റർ ആണ് ഫ്രക്ടോസ്, 174 ടൈംസ് സ്വീറ്റർ ആണ് മാനിറ്റോൾ. ആസ്പാർട്ടം എന്ന് പറയുന്നത് സൂക്രോസിനേക്കാൾ 200 ടൈംസ് സ്വീറ്റർ ആണ്. സക്കാരിൻ 500 ടൈംസ് സ്വീറ്റർ ആണ്. പക്ഷെ സക്കാരിൻ കാർസിനോജനിക് ആണ്, ആസ്പാർട്ടം എന്ന് പറയുന്നത് നോൺ കാർസിനോജനിക് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് കളറൻസിനെ കുറിച്ചാണ്. കളറൻസ് ടാബ്ലറ്റ്സിനകത്ത് യൂസ് ചെയ്യുന്ന മറ്റൊരു എക്സിപ്പിയന്റ് ആണ്. കളറൻസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ടാബ്ലറ്റ്സിന്റെ തെറാപ്യൂട്ടിക് ആക്ടിവിറ്റീനെ, അതിന്റെ ബയോ അവൈലബിലിറ്റിനെ, സ്റ്റെബിലിറ്റിനെ ഒന്നും തന്നെ ഈ കളറൻസ് എഫക്ട് ചെയ്യുന്നില്ല. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിലൊക്കെ പറഞ്ഞിരിക്കുന്ന അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡൈസും ലേക്സും ഒക്കെയാണ് കളറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. റിഫ്ലക്റ്റൻസ് സ്പെക്ട്രോഫോട്ടോമെട്രി, ട്രൈസ്റ്റിമുലസ് കളറിമെട്രിക് മെഷർമെന്റ്സ്, മൈക്രോ റിഫ്ലക്റ്റൻസ് ഫോട്ടോമീറ്റർ, ഇതൊക്കെയാണ് നമ്മുടെ ടാബ്ലറ്റ്സിനകത്തുള്ള കളർ യൂണിഫോമിറ്റിയും അതിന്റെ ഗ്ലോസ് എങ്ങനെയുണ്ട്, ടാബ്ലറ്റ്സിന്റെ സർഫസിലുള്ള ഗ്ലോസ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. റിഫ്ലക്റ്റൻസ് സ്പെക്ട്രോഫോട്ടോമെട്രി, ട്രൈസ്റ്റിമുലസ് കളറിമെട്രിക് മെഷർമെന്റ്സ്, മൈക്രോ റിഫ്ലക്റ്റൻസ് ഫോട്ടോമീറ്റർ, ഇവയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ടാബ്ലറ്റ്സിന്റെ സർഫസിലുള്ള ഗ്ലോസും അതിന്റെ കളർ യൂണിഫോമിറ്റിയും ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ മെഷർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കളറൻസ് കാണാം. റെഡ് 3 എന്ന് പറയുന്നത് അതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് എരിത്രോസിൻ ആണ്. റെഡ് 40 അലൂറ റെഡ് AC, യെല്ലോ 5 ടാർട്രസിൻ, യെല്ലോ 6 സൺസെറ്റ് യെല്ലോ, ബ്ലൂ 1 ബ്രില്യൻ ബ്ലൂ, ബ്ലൂ 2 ഇൻഡിഗോട്ടിൻ, ഗ്രീൻ 3 ഫാസ്റ്റ് ഗ്രീൻ. അപ്പോൾ നമ്മുടെ ടാബ്ലറ്റ്സിനകത്ത് യൂസ് ചെയ്യുന്ന അപ്രൂവ്ഡ് ആയിട്ടുള്ള റെഗുലേറ്ററി ഏജൻസീസ് അപ്രൂവ് ചെയ്തിട്ടുള്ള കളറൻസിന് എക്സാമ്പിൾസ് ആണ് ഈ സ്ലൈഡിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്. എരിത്രോസിൻ, അലൂറ റെഡ് AC, ടാർട്രസിൻ, സൺസെറ്റ് യെല്ലോ, ബ്രില്യൻ ബ്ലൂ, ഇൻഡിഗോട്ടിൻ, ഫാസ്റ്റ് ഗ്രീൻ മുതലായവയാണ് ടാബ്ലറ്റ്സിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കളറൻസ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടെ ടാബ്ലറ്റ്സിനകത്ത് യൂസ് ചെയ്യുന്ന എക്സിപ്പിയൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മുൻപത്തെ ക്ലാസ്സുകൾ കൂടെ കണ്ട് കൃത്യമായി പഠിച്ചു വെക്കുക. താങ്ക് യു.